ഹലോ കൂട്ടുകാരെ, ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്നുള്ള സത്യം രോഹിത്തിൻ്റെ വായിൽ നിന്ന് കേട്ടതിൻ്റെ ഞെട്ടലാണ് ബബിത. ബബിത ചോദിക്കുന്നുണ്ട്, രോഹിത്തേട്ടൻ എന്താണ് ഈ പറയുന്നത്? ശരിക്കും അച്ഛൻ്റെ മകളല്ലേ? അല്ല എന്ന് രോഹിത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബബിത ചോദിക്കും, അതെങ്ങനെയാണ്? നമ്മളുടെ അച്ഛൻ്റെ മകളാണെന്നാണല്ലോ പറഞ്ഞത്. ഇനി നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക അലീന ചേച്ചി നമ്മുടെ ചേച്ചിയാണെന്ന്? ആ പറയുന്നതിൽ ഒരു ബേസും ഇല്ലല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണാജി പറയുന്നൊരു മറുപടിയുണ്ട്, ഇനിയും ധൈര്യമായിട്ട് തന്നെ പറയാം അലീന ചേച്ചി നമ്മുടെ ചേച്ചിയാണെന്ന്. അപ്പോൾ രോഹിത്തും ബബിതയും കൃഷ്ണജയെ നോക്കുന്നുണ്ട്, എന്തുകൊണ്ട് കൃഷ്ണജ എങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ കൃഷ്ണജ പറയും, നമുക്ക് അങ്ങനെ തന്നെ പറയാം അലീന ചേച്ചി നമ്മുടെ ചേച്ചിയാണെന്ന്. ഇനി കൂടുതൽ എന്തെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ അച്ഛനോടെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബബിത ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് പാടെ ബബിത ചോദിക്കും, അച്ഛ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല എന്നാണല്ലോ രോഹിത്തേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അച്ഛാ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ അവളെ ഒഴിവാക്കുന്ന പോലെ ഒരു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കറിയില്ല, നിങ്ങളോട് പറഞ്ഞത് അലീനയാണെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്കൂ, അവളപ്പോൾ പറഞ്ഞു തരും എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളെന്ന്. നിങ്ങൾ അവളോട് തന്നെ പോയി ചോദിക്കൂ എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ ബബിതയെ അങ്ങനെ ഒഴിവാക്കിയാണ്. ബബിത കുറച്ചൊരു ദേഷ്യത്തിലാണ് അലീനയുടെ അടുത്ത് വരുന്നത്. അങ്ങനെ അലീനയോട് ചോദിക്കും, ഞങ്ങളെയൊക്കെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നല്ലേ, ഞങ്ങളുടെ ചേച്ചിയാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് പറയാനൊരു മറുപടിയില്ല. കാരണം സത്യം രോഹിത്തിനോടും പറഞ്ഞിട്ടില്ല, ബബിതയോടും പറയാൻ പറ്റുന്നില്ല. കൃഷ്ണമോളോട് മാത്രം പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഇപ്പോൾ അലീനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം വഷളാവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത അലീനയുടെ ഉള്ളിലുള്ളത് കൊണ്ട് അലീന ആരോടും തന്നെ അത് പറയുന്നില്ല. പിന്നെ അലീന ഒന്നും കൂടി അവിടെ നിന്ന് പോകേണ്ട കാര്യം സംസാരിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ്റെ അടുത്ത് പോകുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ആയിരുന്നില്ലേ എൻ്റെ തണൽ, നീ പോയിക്കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ്? ഇപ്പം നീ തന്നെ പറയുന്നു ഞാൻ നിൻ്റെ ആരുമല്ല എന്ന്. അപ്പോൾ അലീന പറയും, അങ്ങനെയല്ല അച്ഛ, അച്ഛനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അച്ഛ എന്ന് വിളിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷത്തിൻ്റെ അത്രയും ഒരു സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അച്ഛൻ തന്നെയാണ് എന്നും എൻ്റെ അച്ഛൻ, എൻ്റെ മനസ്സിലും അതും അന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇത്രേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ അച്ഛ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡ്.